വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഷോർട്ട് ഫിലിംസ്. വെൽക്കം ടു ഷോർട്ട് കട്ട്സ്. അപ്പോ ഇന്ന് ഒരു വ്യത്യസ്തമായ ചിന്തയുമായി നമ്മുടെ ഷോർട്ട് കട്ട്സിന്റെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. വൺസ് അഗൈൻ വെൽക്കം ടു ഷോർട്ട് കട്ട്സ്. ഷോർട്ട് കട്ട്സിന്റെ ഓരോ എപ്പിസോഡിലും നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ആണ് പ്രീമിയർ ചെയ്യാറുള്ളത്. അപ്പോ ഇന്ന് നമ്മൾ പ്രീമിയർ ചെയ്യാൻ പോകുന്ന ഷോർട്ട് ഫിലിമിന്റെ പേര് തന്നെ വളരെ ഒരു കൗതുകമുള്ള പേരായിട്ടാണ് എനിക്ക് തോന്നിയത്. എടാ കളിച്ചാലോ എന്താണല്ലേ, ഒരു പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്. അപ്പൊ ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ ക്രൂ മെമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ പ്രീമിയറിംഗ് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. വെൽക്കം ടു ദ ഷോ ഷോർട്ട് കട്ട്സ്. ഓക്കെ, ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഓക്കെ, എന്റെ പേര് എമിൽ ചെറിയൻ. ഞാൻ എഞ്ചിനീയർ ആണ്. സോ ഞങ്ങളുടെ ഗ്രൂപ്പ് ഫുള്ള് ട്രെയിനിങ് വോയിസ് എന്നൊരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങളോട് വന്നേക്കുന്നത്. ഇതെന്റെ ബ്രദറാണ്. എന്റെ പേര് ജോബിൽ. ഞാൻ എം.എ. കോളേജിൽ ഫൈനൽ ഇയർ ബികോം പഠിക്കുന്നു. ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ, ക്യാമറമാൻ, എഡിറ്റിംഗും ഞാനാണ് ചെയ്തത്. വ്യത്യസ്ത മേഖലകളല്ലേ, ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിംഗ് മൂന്നും ഒരുമിച്ച് കൈകാര്യം ചെയ്തോണ്ടോ പോവല്ലേ. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് കോൺസെപ്റ്റ്, എന്താണ് ഇതിന്റെ ഒരു ഇതിന്റെ മെയിനായിട്ടുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ തന്നെ 1990s ജനിച്ചവരാണ്. സമ്മർ വെക്കേഷൻ ഒക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഫുട്ബോളും ക്രിക്കറ്റും കളിക്കാൻ രാവിലെ തന്നെ ഇറങ്ങും. രാവിലെ കളിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം വരെ കളിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2002 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വീഡിയോ ഗെയിംസ് ആയി. സമ്മർ വെക്കേഷൻ തുടങ്ങുമ്പോൾ തന്നെ വീഡിയോ ഗെയിംസിന്റെ പുറത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നോക്കിയ വന്നു, അതിന്റെ കൂടെ സ്നേക്ക് കളി, അങ്ങനെ ഇപ്പൊ എല്ലാവരും മൊബൈൽ ഫോൺസിലാണ്. ഇപ്പൊ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ബ്രേക്ക് ടൈമിലൊക്കെ എല്ലാവരും തന്നെ വട്ടം മുഴുവൻ ഗെയിം കളിക്കുന്ന മാത്രമേ കാണാറുള്ളൂ. അപ്പൊ തന്നെ ഒരു മൈൻഡിലൊരു ഐഡിയ വന്നാണ് ഇത് ബേസ് ചെയ്ത് ഒരു ഷോർട്ട് ഫിലിം എടുക്കണം എന്നുള്ളത്. ഞാനും അതിലുമാണ് സ്റ്റോറിക്ക് ഇത് പറഞ്ഞ് തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോ ചേട്ടന് കൊടുത്തു, ചേട്ടൻ പിന്നെ ഡയറക്ട് ചെയ്തു. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ ഒരു ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിംഗ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എങ്ങനെ അതിലേക്ക് വന്നത്? പഠിച്ചിട്ടില്ല. സ്കൂളിൽ തൊട്ട് തന്നെ എനിക്കൊരു ക്രൂ ഉണ്ടായിരുന്നു, ഡെസ്നി ക്രൂ എന്നായിരുന്നു പേര്. ഞാൻ എന്റെ 2 ഫ്രണ്ട്സ്, കിഷൻ, ജോർജ്, അവരൊക്കെ തന്നെയാണ് തുടങ്ങിയത്. അപ്പൊ അവിടെ തൊട്ട് തന്നെ ക്യാമറയ്ക്ക് ഒക്കെ ക്രേസ് ആയിരുന്നു. സ്വന്തമായിട്ട് ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഫാദർ മേടിച്ചു വന്നു. പിന്നെ അതിലായി പോയി. എന്താ ചെയ്യുന്നത്? ഞാൻ ഫൈനൽ ഇയർ ബികോം. ഫൈനൽ ഇയർ ബികോം ആണല്ലേ. അപ്പം ഈ പഠിത്തത്തിന്റെ കൂടെ ഈ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? മെയിനായിട്ടും വെക്കേഷൻ ടൈമാണ് നോക്കാറ്. ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ കാണുന്ന ഒരു കാര്യത്തെ കുറിച്ച് തന്നെ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കാര്യം നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടിക്കാലത്ത് നിന്നൊക്കെ ഉള്ള ഒരു ഇൻസ്പിറേഷൻ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു കാര്യമായിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബാക്കി മെമ്പേഴ്സിനെ കൂടെ പരിചയപ്പെടാം. പറഞ്ഞോളൂ പേര്. എന്റെ പേര് അഭിജിത്ത്. ഞാൻ അതിനകത്ത് ഒരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. നേരത്തെ അഭിനയിച്ചിട്ടുണ്ടോ? ഞങ്ങളൊറ്റ ഗ്രൂപ്പാണ്. ഞങ്ങള് ഇടയ്ക്ക് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നത്. വെറുതെ ഷോർട്ട് ഫിലിമുകൾ എടുക്കുക, വെറുതെ അതിലൊക്കെ ഒന്ന് അഭിനയിക്കുക, അങ്ങനെ അതൊരു ഹോബിയൊക്കെ മാറ്റിയ ടീമാണോ നിങ്ങള്? അങ്ങനെയല്ല, ഫിലിംസ് ഞങ്ങള് ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങളെപ്പോഴും ഓരോ കഥകള് പലരുടെയും മനസ്സിൽ നിന്ന് പല കഥകൾ വരും. അങ്ങനെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിംസ് ആക്കി ഓരോന്നിങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം അഭിനയത്തിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രീവിയസ് എക്സ്പീരിയൻസോ എന്തെങ്കിലും പാഷനോ അത് ഇതെല്ലാം കൂടെ നിർബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ആള് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യായിരുന്നു? എന്തായിരുന്നു അതിന്റെ പിന്നില്? എനിക്ക് ഇതിൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതിൽ തന്നെ ഞാൻ ഒരു ഫിലിം ഓഡീഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്ത് ചെയ്തു? പഠിക്കുകയാണോ? ഞാൻ പഠിത്തം കഴിഞ്ഞിരിക്കുകയാണ്, BBA കഴിഞ്ഞു. അപ്പം അതിന്റെ കൂടെ ഈ അഭിനയം മോഹവും വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? ഇപ്പം എഡിറ്റിംഗ്, ക്യാമറ ഒക്കെ പറഞ്ഞ പോലെ അഭിനയം അല്ലാതെ? ഇല്ല, എനിക്ക് അഭിനയം മാത്രമേ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ പഠിത്തവും അഭിനയം കൂടി ഇങ്ങനെ പാരലലായിട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു ഇതിലിങ്ങനെ ഇരിക്കുന്നു. വീട്ടിൽ നിന്ന് സപ്പോർട്ട് എങ്ങനെയാ? എല്ലാവരും സപ്പോർട്ടാണ്, ആണല്ലേ. ഓക്കെ, അടുത്ത ഞാൻ ഇതിനകത്ത് ആർട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ആർട്ട് വർക്ക് ആണല്ലേ. നേരത്തെ ഏതെങ്കിലും രീതിയിലുള്ള ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? മീൻസ് ഈ ഒരു ഫീൽഡിൽ ചെയ്തിട്ടില്ല. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് ചെയ്യുമ്പോ എല്ലാവരുടെയും സപ്പോർട്ട്. ഓക്കെ, എന്തായിരുന്നു ഇതിനകത്തൊരു കോൺട്രിബ്യൂഷൻ? ആർട്ടിന്റെ ഒരു പ്രസക്തി എന്തായിരുന്നു ഇതിനകത്ത്? പ്രസക്തി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഒരു ഫ്രെയിമുകളെല്ലാം കൂടുതൽ മനോഹരമാക്കുക എന്നുള്ളതായിരുന്നോ അതോ വേറെ എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വലിയ ചലഞ്ചിങ് ആയിട്ട് എങ്ങനെയാണെന്ന് അങ്ങനെ ഫ്രെയിമൊക്കെ എങ്ങനെ ചെയ്യാം, എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. പുള്ളിയുടെ ഭാഗത്ത് എന്തൊക്കെ സജഷൻസ് ഉണ്ടായിരുന്നു? ഡയറക്ടർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? എന്തൊക്കെ സാധനങ്ങൾ? കാരണം നമ്മൾ ഈ ഷൂട്ടൊക്കെ നടക്കുമ്പോ
ഏറ്റവും കൂടുതൽ സെറ്റുകൾ ഓടി നടക്കുന്ന ഒരു വിഭാഗമാണ് ആർട്ട്. കാരണം ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ വേണം, ഒരു കാർഡ് വരെ ഇളക്കിക്കൊണ്ട് വരും എന്നൊക്കെ ഉള്ളത് നമ്മൾ ചുമ്മാ തമാശയ്ക്ക് പറയാറുണ്ട്. എന്താണോ ഡയറക്ടർ വിചാരിക്കുന്നത് ആ സാധനം കാണുമ്പോൾ നമ്മൾ അവരോട് എത്തിക്കും. അപ്പൊ ആ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഹോം ബോക്സോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? അതിനല്ല, ഞങ്ങള് എല്ലാവരും അങ്ങനെ അവന്റെ ആദ്യത്തെ ഡയറക്ഷനാണ് ഈ ഒരു ഷോർട്ട് ഫിലിം. ഓക്കെ. അപ്പോ അതിന്റേതായ എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കാമോ, നമുക്ക് എന്തൊക്കെ കൊണ്ട് കൊടുക്കാം അതൊക്കെ കൊണ്ട് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നല്ലേ? ഓക്കെ. അപ്പോ ഫസ്റ്റ് ഡയറക്ടോറിയൽ വെഞ്ചർ ആണ്. ഫസ്റ്റ് ആണ്. ആ, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ഇപ്പൊ പറയുകയാണെങ്കിൽ ബേസിൽ തന്നെയായിരുന്നു ഏകദേശം ബിഹൈൻഡ് ദ സ്ക്രീൻസ് ഉണ്ടായിരുന്നത്. ഞാനും ബേസിലായിരുന്നു. ചില സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ അത്ര ഡിസ്റ്റർബ് ആയിട്ട് തോന്നിയില്ല. കാരണം ഇവര് ചെയ്തതൊക്കെ തന്നെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ടി വന്നില്ല. അഖിലും നന്നായിട്ട് ചെയ്തു. കുറച്ച് കളിക്കുന്ന സീനൊക്കെ ഉണ്ട്. ആ സീനുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അത്ര വലിയ ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിനു മുമ്പ് ഡയറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെ ക്യാമറ ചെയ്തിട്ടും സ്കൂളിൽ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഫെസ്റ്റിന് പോയിട്ട് ഫസ്റ്റ് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഇത്, അങ്ങനെ ഒരു കോൺഫിഡൻസും കൂടി ഉണ്ടായിരുന്നു അല്ലേ? സ്കൂൾ ലെവലിൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു സിനിമ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിന്റെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ നമ്മൾ അതിന്റെ ഷോർട്ട്സോ ലൈറ്റപ്പോ അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളോ ലെൻസോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ ഈ ഡയറക്ടർ ആയാലും ക്യാമറമാൻ ആയാലൊക്കെ പറയുന്നത് ഈ ലെൻസ് ആയിട്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേനെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ഒരു മോറൽ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു വിഷ്വൽ ബ്യൂട്ടി, എനിക്കിതാണ് എന്റെ മനസ്സിലുള്ളത്, എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഒരു രീതിയായിരുന്നു. അത് ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയായിരുന്നു? ടെക്നിക്കാലിറ്റിയെ കുറിച്ച് എന്തെങ്കിലും അറിയായിരുന്നു? ടെക്നിക്കൽ സൈഡ് നോക്കുമ്പോ കുറെ ഫിലിംസ് കണ്ടിട്ടുണ്ട്. കുറെ ഫിലിംസിന് കുറെ ഇൻസ്പിറേഷൻസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ഇപ്പോ ക്യാമറ ബേസ് നോക്കുമ്പോ ജോമോട്ടിക്കോണും ആനന്ദ് സിക്കന്ദർ യങ്സ്റ്റേഴ്സിന്റെ ഒരു ശരിക്കും പറഞ്ഞ ഐക്കോൺ ആണല്ലേ ജോമോട്ടിക്കോൺ. ആ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കാൻ നോക്കി. പക്ഷെ ഒരു രീതിയിൽ എത്തിയിട്ടില്ല. എന്നാലും ഞാൻ ശ്രമിച്ചു. അപ്പൊ അങ്ങനത്തെ കുറെ ഇൻസ്പിറേഷൻസ് ഉണ്ട്. പിന്നെ ക്യാമറ വർക്കാണ് കൂടുതൽ ഇഷ്ടം. ഡയറക്ഷൻ ഇഷ്ടമാണ്. ഏതാണ് ഇതിൽ കൂടുതൽ നന്നായിട്ട് ആസ്വദിച്ചത്? ഏതാണ്? ക്യാമറയാണോ ഡയറക്ഷനാണോ? ക്യാമറയും ഡയറക്ഷനും ആസ്വദിച്ചു. എഡിറ്റിംഗ് ചെയ്തായിരുന്നു. ലാഗ് വന്നു. മെയില് ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം സെപ്റ്റംബർ ആയിട്ടാണ് ഇറക്കാൻ പറ്റുന്നത്. എഡിറ്റിംഗ് എന്തെങ്കിലും പഠിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എഡിറ്റിംഗ് പഠിച്ചിട്ടില്ല. ചേട്ടനറിയായിരുന്നു. ഇപ്പൊ ചേട്ടന്റെ അടുത്ത് തന്നെ പഠിച്ചു. ഇനി ഇവരുടെ ഓരോരുത്തരുടെയും ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? കാരണം ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആദ്യം പറയാൻ നല്ലതല്ല. ഒരു സംഭവത്തിൽ എത്ര നല്ലതുണ്ടെങ്കിലും അതിന്റെ അകത്ത് ഫ്രണ്ട്സും ഫാമിലിയാണ്. ഇത് കുറച്ചുകൂടി ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേ എന്ന് പറയും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു തോന്നും ഞാൻ ഇത്ര ഇത് ചെയ്തിട്ട് ഇവരത് നെഗറ്റീവ് ആണല്ലോ പറയുന്നത്. അപ്പൊ ഇവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും കമന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഫാമിലിയിൽ നിന്ന് അച്ഛനെയും അമ്മേനെയും ആദ്യം കാണിച്ചു. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സൗണ്ട് ഇടാതെ കാണിച്ചു. അപ്പൊ പറഞ്ഞു ഇതാണ് നീ ഇത്ര നാൾ ചെയ്തിട്ട്. അപ്പൊ ഒരു വിഷമമുണ്ടായി. അപ്പൊ ആ സമയത്ത് തന്നെ കോളേജില് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അനുഷ എന്നാണ് പേര്. അപ്പൊ അവൾക്ക് കാണിച്ചു കൊടുത്തു പറഞ്ഞു ഇത് എന്തുകൊണ്ടാണ് അമ്മ അച്ഛൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. നല്ലതാണ്, നീ കണ്ടിന്യൂ ചെയ്തോ. മ്യൂസിക് ഇട്ട് കഴിഞ്ഞപ്പോ ഓക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് മ്യൂസിക് ഇട്ട് കഴിഞ്ഞപ്പോ ഏകദേശം വീട്ടുകാർക്ക് ഇഷ്ടമായി. കാരണം ഇവര് ഇങ്ങനെ എല്ലാരും സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ ചില സ്ഥലത്തൊക്കെ തെറ്റ്. ഇതുപോലെ തന്നെ കിഷൻ എന്റെ ഫ്രണ്ടാണ്. അവൻ വന്നിരുന്നു. അവന് എക്സാം ആയിരുന്നു. എന്നാലും അവൻ വന്നു. കുറച്ച് ഷോർട്സ് ഒക്കെ ഇതിനേക്കാൾ കണ്ട് മറ്റേ രീതിയിൽ എടുക്കായിരിക്കും പറഞ്ഞു. അതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഈ ഒരു യങ്സ്റ്റേഴ്സിന്റെ വൈബാണ് ശരിക്കും ഇവരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത് അല്ലെ? അപ്പം ഫേസ്ബുക്ക് പോലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ ഫേസ്ബുക്ക്, വാട്സാപ്പ് ആയിരുന്നു. വാട്സാപ്പില് എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുത്തിട്ട് സ്കൂളിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. സ്കൂളിന്റെ എല്ലാവർക്കും ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. ഒരിക്കലും പ്രതീക്ഷയില്ല അത്രയൊന്നും റെസ്പോൺസ് കിട്ടുന്നത്. അതുവരെ തന്നെ കോളേജിലൊക്കെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മൺഡേ ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാരും ചോദിച്ചത് കഴിച്ചാലോ, എല്ലാരും പേരൊന്നും വിളിച്ചില്ല, കഴിച്ചാലോ എന്ന് മാത്രം ചോദിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തൊരു വർക്കിന്റെ പേരിൽ നമ്മൾ അറിയപ്പെടുക എന്ന് പറയുമ്പോ ഒരു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്നൊരു സംഭവം കൂടിയാവുമ്പോൾ നമുക്ക് അത്ര ഒരു
സന്തോഷമാണ് അല്ലെ. നമ്മളിവിടെ പ്രീമിയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അത് കണ്ടിട്ട് ബാക്കി അതിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഓക്കെ, ഓക്കെ. വളരെയധികം കഴിയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഒരു തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഒരു ഔട്ട്ഡോർ ഗെയിംസ് ഒന്നും ഇല്ല. ശരിക്കും എല്ലാം ഇങ്ങനെ അടുത്തൊരു തലമുറ നമ്മൾ എവല്യൂഷൻ പഠിക്കുമല്ലോ, ഡാർവിന്റെ ഒരു എവല്യൂഷൻ വരുമ്പോ ഓരോ നേരം ആളുള്ള മനുഷ്യർ അല്ലെങ്കിൽ ചിന്താൻസി ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വന്നിട്ട് അടുത്തൊരു ജനറേഷൻ വരാൻ പോകുന്നതിന് ഇങ്ങനെ തല വെച്ചിട്ട് നടക്കുന്ന ഒരു ഇതായിട്ടാണ്, അതെ, ഒരുങ്ങി പോയിട്ടുള്ള ഒരു ആൾക്കാരായിട്ടാണ് എപ്പോഴും കാണുന്നത്. അതുകൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളായാലും ഇപ്പൊ കുട്ടികൾക്കായാലും ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ വരെ വരുന്നു. എന്തായാലും ഇങ്ങനൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാൻ തോന്നിയൊരു നിമിഷമായിരുന്നു എപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾക്കൊരു സമൂഹത്തിനോടും കൂടെ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ തോന്നി? ഇത് പറയുമ്പോ വീട്ടെടുത്ത് നിതിൻ എന്ന് പറഞ്ഞൊരു വേറൊരാളുണ്ട്. അവൻ ഇങ്ങനെ പറഞ്ഞു ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടപ്പോ ഒരു കഥ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ പറഞ്ഞു ഓക്കെ ശരിയാണ്, ഇങ്ങനെ ഒരു ഇത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ പിന്നെ അത് തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കി. അപ്പൊ കണക്ട് ചെയ്യാൻ നോക്കിയപ്പോ തന്നെ ഏകദേശം ഒരു ഫുള്ള് അതിന്റെ ഒരു സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനും ഓർത്തു. അപ്പൊ ചേട്ടനും ചേട്ടൻ്റെതായ കോൺട്രിബ്യൂഷൻ, എല്ലാവരുടെയും തന്നെ കോൺട്രിബ്യൂഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഷോർട്ട് ഫിലിം എടുത്തത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഷോർട്ട് ഫിലിംസ് വിളിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും 3D വ്യൂവിന്റെ മുകളിൽ പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇതിനൊരു ഇത്തിരി കൂടി റീച്ച് കിട്ടുന്ന രീതിയിലാണ്. അപ്പൊ അതനുസരിച്ചാണ് ആ ഷോർട്ട് ഫിലിമിന്റെ പേര് തന്നെ ഡിസൈൻ ചെയ്തത്. ആ കളിച്ചാലോ എന്ന് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇത് തോന്നും, ഒന്ന് എടുത്ത് ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കിയാലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ അവരൊരു കച്ചവട തന്ത്രവും വർക്കൗട്ട് ചെയ്തു. ഈ ഒരു പേരിനകത്തുള്ള ഒരു കൗതുകവും കൂടെ ആൾക്കാർ അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നുള്ള ഒരു കച്ചവട തന്ത്രം കൂടെ ഷോർട്ട് ഫിലിം എഡിറ്റ് ചെയ്ത് ഓക്കെ ആകുന്നവരെ നമുക്ക് ഷോർട്ട് ഫിലിമിന് പേര് കിട്ടിയിട്ടുണ്ടായില്ല. ആസ്കിംഗ് ഫോർ സജഷൻസ്, കുറെ സജഷൻസ് വന്നു, കുറെ സിനിമയുടെ പേരുകൾ അങ്ങനെ അങ്ങനെ വന്നു വന്നൊരു കൂട്ടുകാരൻ നിങ്ങളൊന്നും കൂടി അവരെ കൂടി ഇരുന്ന് ആലോചിച്ചപ്പോ ഒരു പേരങ്ങ് വന്നു. ഓക്കെ, ജസ്റ്റ് ഡിസൈൻ ചെയ്തപ്പോ ഓക്കെ കുഴപ്പമില്ല, ഇങ്ങനെ ഒരു റീച്ചും കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പേര് വന്നു. പിന്നെ അതിനകത്ത് മ്യൂസിക് ഇറക്കുന്ന നിതിനാണ്. നിതിൻ സ്വയമായിട്ട് മ്യൂസിക് ചെയ്താണ്. അപ്പോ ഇപ്പൊ ഗുജറാത്തില് വർക്ക് കിട്ടി, സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ടും വരാൻ പറ്റിയില്ല, വിളിച്ചായിരുന്നു. അപ്പൊ പുള്ളിക്ക് ഒരു മെയിൻ വർക്കാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെ ഒരു ചെറിയ പ്രായത്തിനിടയിൽ അവര് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പം ഇത് കണ്ടതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ഒരു ഇതിനെ കുറിച്ച്, അതായത് ഇനിയെങ്കിലും ഈ കമ്പ്യൂട്ടർ ഗെയിംസ് ആയാലും ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗെയിംസ് ആയാലും അതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ ഇങ്ങനെ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു ആലോചന ആരെങ്കിലും വന്നതായിട്ട് ആരെങ്കിലും പറഞ്ഞു ഇതൊരു നല്ലൊരു ഇതാണ്, ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കാം എന്നൊക്കെ തോന്നിയോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞു? ഞാൻ പറഞ്ഞതിന് ഒരു ഞാൻ സെക്കൻഡും തേർഡും ഒക്കെ പഠിച്ചിരുന്നപ്പോ അവിടെ എന്റെ പഴയ വീട്ടില് കുറെ ക്യാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരാളുണ്ട്, ശ്രീകാന്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു, മെസ്സേജ് എടാ നമുക്ക് ഒരു ക്രിക്കറ്റ് ഗ്രൂപ്പ് ക്രിക്കറ്റ് ടീം തുടങ്ങിയാണെന്ന് ചോദിച്ചു. നമുക്ക് റെയിൻ ബോയ്സ് തന്നെ ടീമിന് പേരിടാം, എന്നിട്ട് നമുക്ക് കളിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു റീച്ചും കിട്ടും, നമുക്ക് ഇങ്ങനെ കളിക്കാനും പറ്റും. അപ്പൊ നമുക്ക് പണ്ട് നമുക്ക് ഇഷ്ടമുള്ള സംഭവമാണല്ലോ. അപ്പൊ അതൊരു ഇതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ പേര് പറഞ്ഞു. പിന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ 2-3 പേരുണ്ട്. എന്റെ ടീച്ചർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടീമായിരുന്നു. അതുവരെ എന്നെ ഒരു ഓൾഡ് ക്ലാസ്മേറ്റ് വിളിച്ചു പറഞ്ഞു. നല്ലൊരു റെസ്പോൺസ് ആണ്. ആരൊക്കെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ സൈഡ്, അതായത് പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണ്, പണം ചിലവാക്കിയത് ആരൊക്കെയാണ്? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ ആയിട്ടൊന്നുമില്ല, ആക്ച്വലി സീറോ ബഡ്ജറ്റ് എന്ന് പറയാം. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ലൊക്കേഷൻസ്, വീടിന്റെ അടുത്ത ഫ്രണ്ട്സ് ആണ് അഭിനയിച്ചത്. എവിടെയാണ് സ്വദേശം? പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ. ഞങ്ങളെല്ലാവരും നെയ്ബേഴ്സ് ആണ്, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും നെയ്ബേഴ്സ് ആണ്. നിങ്ങൾക്ക് കുട്ടിക്കാലം തൊട്ട് അറിയാവുന്ന ആൾക്കാരാണോ? ഒരുവിധം അറിയാവുന്നവരാണ് അല്ലെ? അപ്പൊ ഈ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ മണ്ണിൽ കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഗാഡ്ജറ്റ്സിലേക്ക് തിരിഞ്ഞ് നമ്മളങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജ് കൂടെ നമ്മൾ കളിക്കാൻ സ്ഥലമില്ലാണ്ടാവുമ്പോ അത് നമ്മൾ കണ്ടുപിടിക്കുന്നവരെ മാർഗ്ഗം. വേണമെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ പോയി കളിക്കാമല്ലോ, വേണമെങ്കിൽ സമയം ഉണ്ടാക്കി നമുക്ക് രാവിലെ ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ തോന്നുന്നു. അങ്ങനെ നമുക്ക് ചിന്തിക്കാം അല്ലെ? അപ്പം നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ഇത് പുറത്ത് എന്തെങ്കിലും ചെയ്തോ? കാരണം നിങ്ങളെല്ലാം തന്നെയാണ് എഡിറ്റിംഗും ക്യാമറയും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം
ഒരാൾ ചെയ്തു, ബാക്കിയെല്ലാം ഓരോരുത്തരായിട്ട് ചെയ്തു. അപ്പം ഡബിങ്ങും വലിയ കാഴ്ചകളില്ല. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൽ കയറി നിന്നിട്ട് കാറിൽ തന്നെ ഡബ് ചെയ്തു. നമ്മുടെ സ്റ്റുഡിയോ കാണാം, നമ്മുടെ മൊബൈലിൽ അത്യാവശ്യം സൗണ്ടിലായിട്ട് വലിയ കുഴപ്പമില്ലാത്ത സംഭവമാണ്. ഡബിൾ സ്റ്റുഡിയോ എന്നൊക്കെ പറയാം. ഓക്കെ, ആവശ്യം സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയാനാണ്. നമ്മുടെ ആവശ്യം എന്താണോ അത് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അതിനെ ഒന്ന് ഒഴിപ്പിച്ചെടുക്കാൻ നോക്കി അല്ലേ? ഓക്കെ, എത്ര ദിവസം എടുത്തു ഇതൊരു ഫുൾ ഒരു പ്രോഡക്റ്റ് ആയിട്ട് വരാനായിട്ട്? ഷൂട്ടിംഗ് ഏകദേശം 4-5 ദിവസത്തിനുള്ളിൽ ഷൂട്ടിംഗ് കഴിഞ്ഞു. പിന്നെ എഡിറ്റിംഗ് ആണ് ഇത്തിരി ലാഗ് വന്നു. അതിന്റെ ഇടയ്ക്ക് പരീക്ഷ വന്നു, അപ്പൊ അതിന്റെ ലാഗ് വന്നു. പിന്നെ ഒരു മ്യൂസിക്കിന് കുറച്ച് ഒരു 10 ദിവസം അറ്റ്ലീസ്റ്റ് ഒക്കെ ഉള്ളൂ. അങ്ങനെ ചെയ്തു. അപ്പോഴേക്കും ഓക്കെ. നിങ്ങളെല്ലാം പഠിക്കുകയും അങ്ങനെ പഠിത്തം ജോലി പഠിച്ച് കഴിഞ്ഞു അടുത്തൊരു കോഴ്സ് കണ്ടുപിടിക്കുന്നത് അങ്ങനെ എല്ലാവരും ആ ഒരു രീതിയിൽ ബിസിയാണ്. കാരണം ഇവിടെ വരുന്ന ചിലരൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് സമയം കണ്ടെത്തിയത്? ഏതൊരു സമയത്താണ് കൂടുതലും? നമുക്ക് മോസ്റ്റ്ലി സാറ്റർഡേസ് ആൻഡ് സൺഡേസ് ഉണ്ടാവും. മോസ്റ്റ്ലി ആ ടൈമാണ് സെലക്ട് ചെയ്യുക. പിന്നെ ഇപ്പം പറഞ്ഞ വെക്കേഷൻസ് ഉണ്ടാവും. വെക്കേഷൻ ടൈം ആകുമ്പോൾ എന്റെ ജോലിയാണ്, ഇടയ്ക്ക് ലീവ് കിട്ടും. ഞാൻ ലീവ് എടുത്ത് വരും. 1 day 2 days ഷൂട്ട് അങ്ങനെ ഉണ്ടോ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും സോഷ്യലി ഇപ്പോ നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഒരു വളരെ വലിയൊരു പ്രശ്നം, കാരണം അറ്റൻഷൻ ഡെഫിസിറ്റ്, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ശ്രദ്ധക്കുറവ് പോലെയുള്ള വളരെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പോലും ഇങ്ങനെ ഗാഡ്ജറ്റ്സ് നോക്കിയിരിക്കുന്ന കുട്ടികളാണ് കൂടുതലായിട്ട് വരുന്നത്. കാരണം അവരുടെ പഠനത്തിൽ അവർ പിന്നോക്കം പോകുന്നത് ഇപ്പൊ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാരായാലും ബാക്കിയുള്ള കുട്ടികളായാലും ഒക്കെ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കും. അപ്പം എന്തായാലും അങ്ങനെ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിന് ഒരു ചിന്ത കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് എടുത്ത് നല്ലൊരു ഷോർട്ട് ഫിലിം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നെ വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ ഷോർട്ട് ഫിലിംസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഉപഹാരം, ഒരു മൊമെന്റോ ഞങ്ങൾ തരികയാണ്, സ്വീകരിക്കുക. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ നേരിടുന്ന വളരെ വലിയൊരു പ്രശ്നത്തെ കുറിച്ചാണ് ഇവര് വളരെ ലളിതമായിട്ട് കുറച്ച് സമയം നമ്മളെ ഒന്ന് ചിന്തിപ്പിച്ചത്. എന്തായാലും ഈ ഒരു ടീം വളരെ നല്ലൊരു അഭിനന്ദനം അർഹിക്കുന്നു. നമുക്ക് ഷോർട്ട് ഫിലിംസിന്റെ വക ഒരു മൊമെന്റോ നൽകാം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എല്ലാവിധ ആശംസകളും തുടർന്നും ഇതുപോലെ നല്ല നല്ല കോൺസെപ്റ്റുമായിട്ട് വരിക. നല്ല നല്ല ഷോർട്ട് ഫിലിംസും ഒക്കെ ഞങ്ങൾ കാത്തിരിക്കണം. ഓൾ ദി ബെസ്റ്റ്.